ഒരിടത്ത് ട്രെയിലർ കൊണ്ട് ഹൈപ്പ് കയറ്റാന്ന് വിചാരിച്ചപ്പോ അപ്പാടെ പാളിപ്പോയി. ബട്ട് ഇവിടെ പോസ്റ്റേഴ്സ് കൊണ്ട് ഹൈപ്പ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ നായകനായ ഖലീഫ. ലാലേട്ടൻ പ്രധാന വേഷങ്ങളിൽ ഒരു ക്യാമിയോയിൽ വരുന്നുണ്ട്. അത് എന്തായാലും കത്തുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ട്രെയിലർ എനിക്ക് തോന്നുന്നു ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയ്ക്കകത്തും വരും. അതിലും വേറെ സംശയങ്ങളൊന്നും വേണ്ട. ട്രെയിലർ അല്ല, ഇവിടെ വെറും പോസ്റ്റേഴ്സ് കൊണ്ടാണ് ഹൈപ്പ് സൃഷ്ടിക്കുന്നത്. ഓരോ ദിവസം ഓരോ ഫോട്ടോ റിലീസ് ചെയ്യുക, ആ സിനിമയുടെ ഹൈപ്പിനെ എക്സ്പെക്ടേഷനിൽ കൂടുതലാക്കുക എന്നുള്ളതാണ്. കാരണം ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് പടവുമായിട്ടാണ് ഖലീഫ വരുന്നത്. ഒരു ഹൈ ക്ലാസ് ഒക്ടേൻ ആക്ഷൻ ത്രില്ലർ ആയിട്ടാണ് ഖലീഫ എത്തുന്നത്. വൈശാഖാണ് സംവിധാനം ചെയ്യുന്നത്, ജിനു എബ്രഹാം ആണ് റൈറ്റിംഗ് ചെയ്യുന്നത്, മ്യൂസിക് ചെയ്യുന്നത് ജെക്സ് ബിജു ആണ്. ജെക്സ് ബിജു തന്നെയാണ് അയാം ഗെയിമും ചെയ്യുന്നത്. അപ്പോൾ രണ്ടിടത്തും മാറി മാറി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എഡിറ്റർ ചമൻ ചാക്കോ 2 സിനിമയിലും അങ്ങനെയാണ്. അപ്പൊ വെറും പോസ്റ്റേഴ്സ് കൊണ്ടാണ് പൃഥ്വിരാജ് സുകുമാരൻ ഇപ്പോൾ പടത്തിന്റെ ഹൈപ്പ് കയറ്റുന്നത്. കാരണം അയാം ഗെയിമിന്റെ പ്രതീക്ഷിച്ച ട്രെയിലർ പ്രതീക്ഷിച്ച പോലെ വരാത്തതുകൊണ്ട് ആ പ്രതീക്ഷ ഹൈപ്പ് സത്യം പറഞ്ഞാൽ കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഖലീഫ ഒരു നല്ല ട്രെയിലർ റിലീസ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഖലീഫയുടെ ആ ഒരു ഹൈപ്പ് 10 മടങ്ങാവും എന്നതിൽ സംശയവും വേണ്ട. കാരണം ക്ലൈമാക്സിൽ ലാലേട്ടൻ്റെ ഒരു ക്യാമിയോ കൂടെ കാണിക്കുമ്പോൾ മലയാള പ്രേക്ഷകർ ഒന്നടങ്കം അതിന് പോകും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പൊ വെറും പോസ്റ്റേഴ്സ് കൊണ്ടാണ്, അതും പോസ്റ്റേഴ്സ് ഒക്കെ പക്ക സാധനങ്ങൾ. 1 ലുക്ക്, ഏജന്റ് റിവേഴ്സ് ഗിയർ, 1 ഫിസിക്, 1 ഫിറ്റ്നസ്, ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളാണ് ഫോട്ടോസ് റിലീസ് ചെയ്യുന്നത്. അതിപ്പോ കൂളിംഗ് ഗ്ലാസ് ഉള്ളതാവട്ടെ അല്ലാത്തതാവട്ടെ, ഡ്രിം ചെയ്തതാവട്ടെ, ബുൾഗാട്ടി താടിയുള്ളതോ മീശയുള്ളതോ അതാവട്ടെ, എല്ലാം ആൻഡ് ഡ്രസ്സിംഗ് വൈസ് ആയിരുന്നാലും അയാം ഗെയിമും ഇതിന് പൃഥ്വിരാജിന്റെ സിനിമയും ചേർത്തെടുക്കുമ്പോൾ തന്നെ രണ്ടിലും ആ 2 പേരും സ്റ്റൈലിഷ് ആണെങ്കിലും ആ ഒരു ഓറ കീപ്പ് ചെയ്യുന്നത് തീർച്ചയായിട്ടും പൃഥ്വിരാജ് എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം ഈ ഫോട്ടോസ് തമ്മിൽ നോക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ ട്രെയിലർ അല്ലെങ്കിൽ ബ്ലഡ് ലൈൻ വന്ന ഗ്ലിംസിൽ തന്നെ നോക്കുമ്പോൾ തന്നെ രണ്ടിലും ഓറ ക്രിയേറ്റ് ചെയ്തത്, രണ്ടിലും ആ ഒരു ലുക്ക് മെയിൻറ്റെയിൻ ചെയ്തത്, രണ്ടിലും ആ ഫിസിക് മെയിൻറ്റെയിൻ ചെയ്ത് എനിക്ക് തോന്നുന്നു പേഴ്സണൽ എന്റെ ഒപ്പീനിയൻ പൃഥ്വിരാജ് തന്നെയാണ്. അപ്പോ ഈ ഓണം തൂക്കാൻ വരുന്നത് പൃഥ്വിരാജ് തന്നെയാണെന്നാണ് എന്റെ ഒരു മനസ്സ് പറയുന്നത്. കാരണം ട്രെയിലർ കൊണ്ട് ഒരു സിനിമയെ വിലയിരുത്താൻ കഴിയില്ലെങ്കിലും ഈ ഒരു ട്രെയിലർ കൊണ്ട് നമുക്കൊരു അസംഷൻ നടത്താൻ പറ്റും. ഇങ്ങനെ ആയിരിക്കും സിനിമ വരാൻ പോകുന്നത്. ചിലപ്പോൾ അത് എക്സ്പെക്ടേഷനിൽ കൂടിയതായിരിക്കാം, ചിലപ്പോൾ അത് കറക്റ്റ് ആയിട്ട് വരണമെന്നുമില്ല. ബട്ട് എന്നിരുന്നാലും ഖലീഫ തന്നെയാണ് കൊണ്ടുപോകാനുള്ള സാധ്യതകളൊക്കെ കൂടുതൽ. കാരണം ഒന്നല്ലെങ്കിൽ ദുൽഖറിന്റെ പടം അയാം ഗെയിം, ഒന്നല്ലെങ്കിൽ കാട്ടപരാധം, അല്ലെങ്കിൽ പീക്ക് പടം, ഈ 2-1 തന്നെയായിരിക്കും വരാൻ പോകുന്നത്. മിക്സ്ഡ് റിവ്യൂ ഒന്നും വരാൻ ഒരു ചാൻസും ഇല്ല. അതുപോലെ തന്നെ ഖലീഫയിലേക്ക് വരുമ്പം മിക്സ്ഡ് റിവ്യൂ വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. പിന്നെ ഒന്നല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ കാട്ടപരാധം അല്ലെങ്കിൽ പീക്ക് പടം, ബട്ട് മിക്സ്ഡ് വരാനുള്ള സാധ്യത, അതായത് കൊള്ളാം കുഴപ്പമില്ല എന്നുള്ളൊരു ടാഗ് ലൈൻ വരാൻ സാധ്യത കൂടുതലുള്ള ഒരു പടം കൂടെയാണ് ഖലീഫ. ബട്ട് ആ ഒരു സാധ്യത അയാം ഗെയിമിന് വരില്ല. ഒന്നില്ലെങ്കിൽ കാട്ടപരാധം അല്ലെങ്കിൽ പീക്ക് പടം, ഈ 2-1 കാരണം മിക്സിൽ വരാൻ ചാൻസ് ഇല്ല. കാരണം അതിന്റെ ഒരു തീം അങ്ങനെയാണ്, അതിന്റെ ഒരു കോർ കണ്ടന്റ് പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് പോരാത്തതിന് 2 സിനിമയും 20-ാം തീയതി ഓഗസ്റ്റ് 2026 ഓണം റിലീസായിട്ട് എത്തുന്നതാണ്. ക്ലാഷ് റിലീസാണ്. അപ്പോ ഇനി തിയേറ്റർ വൈസ് ചാർട്ടിങ് വരും, FDFS എത്ര എണ്ണം വരും, ആ കൂട്ടല് കുറച്ചില്, അത് ഇത്, ആൻഡ് FDFS ആരൊക്കെ തൂക്കും, ആൻഡ് ഫസ്റ്റ് ഡേ കളക്ഷൻ ആരൊക്കെ തൂക്കും, ആൻഡ് ഓണം ആരൊക്കെ തൂക്കും. ബട്ട് ടു ബി ഓണസ്റ്റ് ഇതിന്റെ ഇടയിൽ തീർച്ചയായിട്ടും നിവിൻ പോളിയുടെ ബത്ലഹാം കുടുംബ യൂണിറ്റ് വരുന്നുണ്ട്. ബട്ട് അതിനൊരു പ്രൗഢി ഉണ്ട് അല്ലെങ്കിൽ അതിലൊരു ഹൈപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. അത് നൈസായിട്ട് സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു പടമാണ്. ഈ 2 ക്ലാഷ് അല്ലെങ്കിൽ ഈ 2 ഹൈപ്പ് അല്ലെങ്കിൽ ഈ 2 എക്സ്പെക്ടേഷൻ പടത്തിന്റെ ഇടയിൽ കൂടെ ഒരു സാധാ സിമ്പിൾ ഫീൽ ഗുഡ് പടം വരുന്നു. പിന്നെ അത് ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അതൊരു ഫാമിലി ഓറിയന്റഡ് പടമായിരിക്കും മെജോറിറ്റി. അത് പ്രതീക്ഷിച്ചതാണ്. ആ ട്രെയിലറും പാട്ടുകളും കേൾക്കുമ്പോൾ എല്ലാം തന്നെ മനസ്സിലാവും. നിവിൻ പോളിയുടെ ഓണചിത്രവും കൂടെയാണ്. അപ്പൊ അതിന് ആൾക്കാർ കയറാനും സാധ്യതകളൊക്കെ കൂടുതലാണ്. എന്നിരുന്നാലും എങ്ങനെ വരും ആ സിനിമ, അതിന് ഹൈപ്പ് ഇല്ല. ആ പടം ഉണ്ടോ എന്ന് പോലും ആരും ശ്രദ്ധിക്കുന്നില്ല. പിന്നെ വേർഡ് ഓഫ് മൗത്ത് വഴിയായിരിക്കും ആ സിനിമയ്ക്ക് ആൾക്കാർ കയറുക എന്നുള്ളത് കാണാൻ പോവുക. ബട്ട് ഖലീഫ അയാം ഗെയിം, ദുൽഖർ പൃഥ്വിരാജ്, വൈശാഖ് നഹാസിരാജ്, ജെക്സ് വിജയ്, ചമൻ ചാക്കോ, ഈ 2 തന്നെ ആയിരിക്കും അവിടെ തീപ്പൊരി പൊട്ടാൻ പോകുന്നത്. ആർക്കായിരിക്കും ഫസ്റ്റ് ഡേ കളക്ഷൻ വരുന്നത്, ആരായിരിക്കും ടോട്ടൽ കളക്ഷൻ നേടുന്നത്, ആർക്കായിരിക്കും ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് കിട്ടുന്നത്, ആർക്കായിരിക്കും ഓണം വിന്നർ എന്നുള്ളതൊക്കെ സംശയങ്ങളൊക്കെ തന്നെയാണ്. ബട്ട് ഇപ്പോ ഈ ട്രെയിലർ വൈസ് പോസ്റ്റേഴ്സ് വൈസ് ഒക്കെ നോക്കുവാണെങ്കിൽ, ഹൈപ്പ് വൈസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഖലീഫയ്ക്ക് വരുന്ന ഓറ ഹൈപ്പ് എന്ന് പറയുന്നത് അന്യായം തന്നെയാണ്. ഈ ലാസ്റ്റ് വരുന്ന ഒരു
പ്രൊഡിക്ഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഓണം ഖലീഫ തൂക്കും, ഐ ആം ഗെയിം തോൽക്കും എന്നുള്ള ഒരു ടാഗ് ലൈൻ തന്നെയാണ് വരുന്നത്. ബട്ട് സിനിമയാണ്, സ്റ്റോറിയാണ്, മേക്കിംഗ് ആണ്, എങ്ങനെ വരും എന്നുള്ളതൊക്കെ കണ്ടറിയണം. ബട്ട് ഞാൻ സീരിയസ്ലി ആയിട്ട് നോക്കുന്നത് ഐ ആം ഗെയിമിനേക്കാളും ഖലീഫ തന്നെയാണ്. പൃഥ്വിരാജ് എങ്ങനെയായിരിക്കും ആ ഒരു സാധനം കൊണ്ടുവരിക? എനിക്ക് സ്റ്റോറി വൈസ് ഒരുപാട് അങ്ങനെ ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട് വരുമോ ഇല്ലയോ എന്നുള്ളതൊന്നും ഡൗട്ടാണ്. കാരണം അത്രയ്ക്കും കിട്ടലുള്ള സ്ക്രീൻ പ്ലേയും കാര്യങ്ങൾ വരുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് പേഴ്സണലി. ഞാൻ ആരെയും വിലയിരുത്തുന്നതല്ല, ബട്ട് മേക്കിങ്ങില് പടം കൊണ്ടുപോകും, അല്ലെങ്കിൽ മേക്കിങ്ങില് പടം കൊണ്ടുവരും എന്നുള്ള. കാരണം അതിന്റെ ഒരു കോർ ഐഡിയാസ് അവർ സ്മഗ്ലിംഗ് ആണ്, അതിന്റെ കിങ് പിൻ ആണ് അവര്, അവരുടെ ക്രൈം ലെഗസിയാണ്. അവരെ കണ്ട ആ ഒരു ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട ഒരു സാധനങ്ങൾ ഹൈപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ലാലേട്ടന് ഉൾപ്പെടെ ഉണ്ട്. അപ്പൊ ആ ഒരു ഹൾക്ക് ഹൈപ്പ് തീർച്ചയായിട്ടും ഖലീഫയ്ക്ക് ഉണ്ട്. അപ്പോ ദുൽഖറിന്റെ ഐ ആം ഗെയിം തീർച്ചയായിട്ടും ട്രെയിലറിൽ അപ്പാടെ തന്നെ ഒന്നുമില്ല. നിങ്ങൾക്ക് തന്നെ പേഴ്സണലി അറിയാം. ആ ഒരു സ്റ്റൈലിഷ് മേക്കിംഗ് ഒക്കെ അതിലുണ്ടിരുന്നാലും ദുൽഖർ പലയിടത്തും ഡൗൺ ആയി പോയിട്ടുണ്ട്, വെയിറ്റ് വെച്ചതുപോലെ ഉണ്ട്. ആ ഒരു ചിലപ്പോൾ ആ സിറ്റുവേഷനിൽ ആ ഒരു അടിച്ച് പറന്ന് കിടക്കുന്ന ഒരു പയ്യനായോണ്ടായിരിക്കാം. എന്നിരുന്നാലും പടം വരട്ടെ. ബട്ട് ഖലീഫ തന്നെ തൂക്കുമെന്നാണ് എന്റെ ഒരു മനസ്സ് പറയുന്നത്. നിങ്ങൾക്ക് ആരാണ്, ഖലീഫ തൂക്കുമോ അല്ലെങ്കിൽ ഐ ആം ഗെയിം തൂക്കുമോ എന്നുള്ളത് പറഞ്ഞേക്ക്. ഈ ഒരു ട്രെയിലർ വെച്ച് നമുക്ക് തീർച്ചയായിട്ടും ഒരു സിനിമയും വിലയിരുത്താൻ കഴിയില്ല. ബട്ട് ഖലീഫ ഡെയിലി പൃഥ്വിരാജ് ഓരോ പോസ്റ്റേഴ്സ് ഇറക്കി ഹൈപ്പ് കൂട്ടുന്നുണ്ട്, അതിൽ വേറെ സംശയവുമില്ല. പിന്നെ അവസാനമായിട്ട് മമ്പറക്കൽ ലാലേട്ടനും കൂടെ വരുന്നുണ്ട്. അതെന്തായാലും ട്രെയിലറിൽ ലാലേട്ടനെ കൂടെ കാണിക്കും. കാരണം അതിന് സംശയമൊന്നുമില്ല. കാരണം ഹൈപ്പ് കയറ്റാൻ വേണ്ടി ഇപ്പൊ തന്നെ ഇന്നലെ തുടക്കം ലാലേട്ടന്റെ വിസ്മയ മോഹൻലാൽ, ലാലേട്ടന്റെ മകൾ നായികയായ തുടക്കം എന്ന സിനിമയുടെ ട്രെയിലറിൽ തന്നെ ലാസ്റ്റ് ലാലേട്ടനെ കാണിക്കുകയുണ്ടായി. അപ്പോ ഇനിയിപ്പം ഐ ആം ഗെയിമില് ക്യാമിയോ എൻട്രി ഉണ്ടെന്നാണ് പറയുന്നത്. അതിനിപ്പം മമ്മൂക്കയായിരിക്കാം, നിവിൻ പോളി ആയിരിക്കാം, ആര് വേണമായിരിക്കാം. നിവിൻ പോളി ആവാനാണ് സാധ്യത കൂടുതൽ. ബട്ട് നിവിൻ പോളി ആയാൽ എങ്ങനെയായിരിക്കും ക്യാമിയോ എന്നുള്ളത് സത്യത്തില് എനിക്കൊരു എക്സ്പെക്ടേഷൻ ഇല്ല. പക്ഷെ മമ്മൂക്ക ആയാൽ ആ ഒരു സ്റ്റൈലിഷ് എൻട്രിയിൽ ഒരു കിടിലൻ ഒരു ക്യാമിയോ തന്നെ ആയിരിക്കും. നോക്കാം ആരായിരിക്കും ഓണം തൂക്കാൻ പോകുന്നത്, ഓണം തോൽക്കാൻ പോകുന്നത്.